ഹലോ ഹായ് നമുക്കിന്നൊരു ബ്രെഡ് ഷവർമ ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇച്ചിരി എണ്ണ ചൂടാക്കിയിട്ട് ഒരു 2 വലിയ സവാള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് 2 ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. നമുക്കൊരു ചെറിയ ജാറിലേക്ക് ഒരു ഇച്ചിരി പെരുംജീരകം, അതുപോലെ തന്നെ ഒരു ഇച്ചിരി വലിയ ജീരകവും, പിന്നെ ഒരു 10-12 അല്ലിയോളം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. വഴണ്ട് വന്നിട്ടുള്ള ക്യാരറ്റ് ഉള്ളി കൂട്ടിലേക്ക് നമുക്കിപ്പോൾ ഈ ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസിനെ ചെറിയ നമുക്ക് കാണുന്ന പോലെ, ചിത്രത്തിൽ കാണുന്ന പോലെ ചെറിയ പിച്ചിട്ട് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. മയണൈസ് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഇപ്പോൾ മയണൈസൊക്കെ ഉണ്ടാക്കാൻ അറിയാം. മയണൈസ് തയ്യാറാക്കിയത് നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ഒരു ലേശം ചേർത്ത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കുറച്ചൊന്ന് ചേർത്ത് ഇളക്കി വെക്കാം. നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് നന്നായിട്ട് നിറച്ച് കൊടുക്കാം. നമുക്കിതുപോലെ അതിൻ്റെ മുകളിലുള്ള ഒരു ബ്രെഡ് പീസും കൂടി വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് 2 സൈഡും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈങ് പാനിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഷവർമ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ ബ്രെഡിൻ്റെ മധുരം, അതുപോലെ അകത്തുള്ള ഫില്ലിങ്സിൻ്റെ എരിവും ഒക്കെ കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്.